മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വിദ്യാർത്ഥി സമൂഹത്തെ മലങ്കര സഭാ ചരിത്രം അഭ്യസിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് മോർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ ഡോക്യുമെന്ററിയിലൂടെ നിർവഹിക്കുന്നത്. കേവലം നാൾവഴി പ്രകാരമുള്ള ചരിത്ര പഠന രീതിശാസ്ത്രത്തെക്കാൾ ഉപരി വിമർശനാത്മക ചരിത്ര പഠന രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. AD 52 മുതൽ 2012 വരെയുള്ള മലങ്കര സഭാ ചരിത്രത്തെ 7 ഭാഗങ്ങളായി ക്രമീകരിച്ച് ചോദ്യോത്തര രീതിയിൽ അവതരിപ്പിക്കുന്നു. മാർത്തോമാ ശ്ലീഹ ഭാരതം സന്ദർശിക്കാൻ അനുകൂലമായ ഒരു സാഹചര്യം 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. മാർത്തോമാ ശ്ലീഹ കേരളം മാത്രമാണോ ഭാരത സന്ദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്? 1-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ദേവാലയങ്ങൾ സ്ഥാപിച്ചു എന്ന വാദഗതി ശരിയാണോ? തിരുവാംകോട് പള്ളി അരപ്പള്ളി എന്നറിയപ്പെടുവാൻ കാരണമെന്ത്? ബ്രാഹ്മണരെ മതപരിവർത്തനം നടത്തിയാണ് ക്രിസ്ത്യാനികളാക്കിയത് എന്നത് കാലഗതിക്ക് അനുസരണമാണോ? മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വം എന്നായിരുന്നു? ഇന്ത്യയിൽ വെച്ച് രക്തസാക്ഷിയായ മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ് എങ്ങനെ പേർഷ്യയിലും ഇറ്റലിയിലും എത്തി? യഹൂദർ, അറബികൾ, ബാബിലോണിയക്കാർ, അസീറിയക്കാർ തുടങ്ങി വിവിധ വിദേശ രാജ്യങ്ങളുമായി കേരള വ്യാപാര സമൂഹത്തിന് ബന്ധം ഉണ്ടായിരുന്നു. ജലമാർഗമുള്ള യാത്രയ്ക്ക് ഉള്ള ഈ സാഹചര്യം മാർത്തോമാ ശ്ലീഹായുടെ ഭാരത സന്ദർശനത്തിന് അനുകൂലമായിരുന്നു. മാർത്തോമാ ശ്ലീഹ 2 തവണയായി ഉത്തരഭാരതവും ദക്ഷിണ ഭാരതവും സന്ദർശിച്ചു. ഉത്തരേന്ത്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ടതാണ് ഗോണ്ടഫോറസ് രാജാവിന് കൊട്ടാരം നിർമ്മിച്ചു നൽകിയത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ. 19-ാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ നടത്തിയ ഖനനം ക്രിസ്തബ്ദം 1-ാം നൂറ്റാണ്ടിന്റെ 3-ാം ദശകത്തിലും തുടർന്നും അഫ്ഗാനിസ്ഥാൻ, ബലൂചിസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയ നാടുകൾ ഭരിച്ച പാർത്ഥ്യൻ രാജാവായ ഗോണ്ടഫോറസിനെ കുറിച്ച് ലഭിച്ച തെളിവുകൾ നൽകുന്നു. AD 50 പരിശുദ്ധ കന്യക മറിയാമിന്റെ വാങ്ങിപ്പിനോടനുബന്ധിച്ച് മടങ്ങിപ്പോയ അപ്പോസ്തലൻ AD 52 ദക്ഷിണ ഭാരതം സന്ദർശിച്ചത്. AD 72 വരെ 2 ദശാബ്ദം നീണ്ടതായിരുന്നു ശ്ലീഹായുടെ ദക്ഷിണേന്ത്യൻ സന്ദർശനം. 1-ാം നൂറ്റാണ്ടിൽ ലോകത്തൊരിടത്തും ക്രൈസ്തവ ദേവാലയങ്ങൾ സ്ഥാപിച്ചിട്ടില്ല എന്ന് ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നു. കേരളത്തിൽ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന പള്ളികൾ അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹങ്ങൾ ആണ്. പിൽക്കാലത്ത് ഈ ക്രൈസ്തവ സമൂഹങ്ങൾ വളർച്ച പ്രാപിച്ചപ്പോൾ ആരാധനയ്ക്കായി സ്ഥാപിച്ചവയാണ് ദേവാലയങ്ങൾ. മാർത്തോമാ ശ്ലീഹായാൽ മദ്രാസിൽ ക്രിസ്ത്യാനികളാക്കപ്പെട്ട വെള്ളാള ചെട്ടികൾ മതപീഡനത്തിൽ നിന്നും രക്ഷ നേടാൻ ശ്ലീഹായോടൊപ്പം പലായനം ചെയ്ത് നാഗർകോവിലെത്തി. അവിടെ താമസിക്കാൻ വേണാട് രാജാവ് അനുവാദം നൽകി. അപ്രകാരം അരജന്റെ സഹായത്തോടെ സ്ഥാപിതമായ ക്രൈസ്തവ സമൂഹം അരപ്പള്ളി എന്നറിയപ്പെട്ടു. ആര്യന്മാരിലെ ചാതുർവർണ്ണ്യത്തിലെ ആദ്യ വിഭാഗമായിരുന്നു ബ്രാഹ്മണർ. ദക്ഷിണേന്ത്യയിലേക്കുള്ള ആര്യന്മാരുടെ കുടിയേറ്റം 8-ാം നൂറ്റാണ്ടിലോ അതിനുശേഷമോ ആണെന്ന് ചരിത്രകാരന്മാർ സാക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണരെ മതപരിവർത്തനം നടത്തിയാണ് ക്രിസ്ത്യാനികളാക്കിയത് എന്ന വാദഗതി തികച്ചും തെറ്റാണ്. ബ്രാഹ്മണർ കേരള സമൂഹത്തിൽ പ്രബലരായിരുന്ന കാലത്ത് അവരോട് തുല്യത ലഭിക്കാൻ ക്രിസ്ത്യാനികൾ ഇപ്രകാരം ഒരു വാദഗതി ഉയർത്തിയതാകാം. AD 72 മൈലാപ്പൂരിൽ വെച്ചാണ് മാർത്തോമാ ശ്ലീഹ രക്തസാക്ഷിയായത്. AD 2-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിലോ ആണ് മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ് പേർഷ്യയിലേക്ക് കൊണ്ടുപോയത്. പിൽക്കാലത്ത് പേർഷ്യയിൽ നിന്ന് ശ്ലീഹായുടെ തിരുശേഷിപ്പിന്റെ അംശം ഇറ്റലിയിലെ ഓർത്തോണോയിലേക്കും കൊണ്ടുപോയി.
മലങ്കര സഭയിലേക്ക് നടന്ന 2 സുറിയാനി കുടിയേറ്റങ്ങൾ എന്ന്, എവിടെ നിന്ന്? മലങ്കര സഭാതലവന്റെ സ്ഥാനം അർക്കദിയാക്കോന് ആയിരുന്നു. ഇത് എന്നു മുതൽ? 13 നൂറ്റാണ്ട് നീണ്ടുനിന്ന മലങ്കര പേർഷ്യൻ സഭാബന്ധം അധീശത്വത്തിന്റെ സ്വഭാവമുള്ളതായിരുന്നു. മേൽപ്പട്ടക്കാരുടെ അഭാവത്തിൽ പൗരോഹിത്യ പിന്തുടർച്ചയ്ക്ക് ഭംഗം വന്നിരുന്നു. ദക്ഷിണേന്ത്യയിൽ കാണുന്ന പേർഷ്യൻ കുരിശുകളുടെ പ്രത്യേകത എന്താണ്? ഇത് എവിടെയൊക്കെ കാണുന്നു? 13 നൂറ്റാണ്ട് നീണ്ടുനിന്ന പേർഷ്യൻ സഭാബന്ധം മുഖേന മലങ്കരയിൽ പൗരസ്ത്യ സുറിയാനി ആരാധന എത്രമാത്രം സ്വാധീനം ചെലുത്തി? AD 345 ക്നായ് തോമായുടെയും മാർ ജോസഫ് മെത്രാന്റെയും നേതൃത്വത്തിൽ സാപ്പോർ ദ്വിതീയൻ ചക്രവർത്തിയുടെ പീഡനത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് പേർഷ്യയിലെ സുറിയാനി ക്രിസ്ത്യാനികൾ നടത്തിയതാണ് 1-ാം സുറിയാനി കുടിയേറ്റം. 9-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ മാർ സാപ്പോർ, മാർ ഫ്രോത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പേർഷ്യയിൽ നിന്നാണ് 2-ാം സുറിയാനി കുടിയേറ്റം നടന്നത്. കേരള സഭയിൽ അതിപ്രാചീന കാലം മുതൽ ജാതിക്ക് കർത്തവ്യനും ഭരണകർത്താവുമായി അർക്കദിയാക്കോന്മാർ ഉണ്ടായിരുന്നു. സഭയുടെ വൈദികവും അവൈദികവുമായ എല്ലാ കാര്യങ്ങളുടെയും അവസാന വാക്ക് അർക്കദിയാക്കോനായിരുന്നു. 13 നൂറ്റാണ്ട് നീണ്ടുനിന്ന മലങ്കര പേർഷ്യൻ സഭാബന്ധം അധീശത്വത്തിന്റെ സ്വഭാവമുള്ളതല്ലായിരുന്നു. അർക്കദിയാക്കോനും മലങ്കര പള്ളിയോഗവും എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനപ്പുറം മലങ്കര സഭയുടെ ആത്മീയ ഭൗതിക കാര്യങ്ങളിൽ ഒരിക്കലും പേർഷ്യൻ മെത്രാന്മാർ ഇടപെട്ടിട്ടില്ല. മേൽപ്പട്ടക്കാരുടെ അഭാവത്തിൽ അർക്കദിയാക്കോൻ പൗരോഹിത്യ പിന്തുടർച്ച നിലനിർത്തിയിരിക്കാൻ സാധ്യതയുണ്ട്. പാലവി അഥവാ പാലി ഭാഷയിലുള്ള പേർഷ്യൻ സഭാബന്ധം വ്യക്തമാക്കുന്ന ലിഖിതങ്ങളുള്ള പേർഷ്യൻ കുരിശുകൾ ചെന്നൈ, കോട്ടയം വലിയ പള്ളി, കടമറ്റം ഓർത്തഡോക്സ് പള്ളി, മുട്ടുചിറ കത്തോലിക്ക പള്ളി എന്നിവിടങ്ങളിലായി 5 എണ്ണമുണ്ട്. ഉദയംപേരൂർ സുന്നഹദോസ് കാനോനാകളും തുടർന്ന് ആർച്ച് ബിഷപ്പ് നടപ്പിൽ വരുത്തിയ ആരാധനാ ഭേദഗതികളും ശക്തമായ പേർഷ്യൻ ആരാധനാ പാരമ്പര്യത്തിന്റെ സ്വാധീനം പ്രകടമാക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ പോലും മലങ്കര സഭ ആരാധനാ ഭാഷയായി ഉപയോഗിച്ചിരുന്നത് പൗരസ്ത്യ സുറിയാനിയായിരുന്നു. പോർച്ചുഗീസുകാരുടെ ആഗമനകാലത്ത് അർക്കദിയാക്കോനിൽ കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനം മലങ്കരയിൽ നിലനിന്നിരുന്നു. മലങ്കര സഭയുടെ കത്തോലിക്കവൽക്കരണത്തിൽ ആർച്ച് ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ്, ഉദയംപേരൂർ സുന്നഹദോസ് ഇവയുടെ പങ്കെന്തായിരുന്നു? ഉദയംപേരൂർ സുന്നഹദോസ് മുഖേന മലങ്കര സഭ പൂർണ്ണമായും കത്തോലിക്കവൽക്കരിക്കപ്പെട്ടോ? മലങ്കര സഭ കത്തോലിക്ക നുകത്തെ വലിച്ചെറിഞ്ഞ കൂനൻകുരിശ് സത്യം അഹത്തുള്ള പാത്രിയർക്കീസിന്റെ മരണം എന്ന സംഭവത്തിന്റെ അനന്തരഫലം മാത്രമായിരുന്നു. എന്തായിരുന്നു മട്ടാഞ്ചേരിയിൽ നടന്ന വിശ്വാസ പ്രഖ്യാപനം? അതിന് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യബോധവുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? മാർത്തോമ ഒന്നാമന്റെ മേൽപ്പെട്ട സ്ഥാനം കാനോനികമാണോ? അത് കത്തോലിക്ക മെത്രാന്മാർക്ക് തുല്യമായ ഒരു സ്ഥാനം സൃഷ്ടിക്കൽ മാത്രമാണോ? മലങ്കര സഭയിൽ പഴയ കുറ്റുകാർ, പുത്തൻ കുറ്റുകാർ എന്ന വിഭജനത്തിന് കാരണമെന്തായിരുന്നു? ഇടവക യോഗങ്ങളും കേന്ദ്രതലത്തിൽ അഖില മലങ്കര പള്ളിയോഗവും അതിന്റെ അധ്യക്ഷനായി അർക്കദിയാക്കോനിൽ കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനവുമാണ് പോർച്ചുഗീസുകാരുടെ ആഗമനകാലത്ത് മലങ്കര സഭയിൽ നിലനിന്നിരുന്നത്. 1599 ആർച്ച് ബിഷപ്പ് അലക്സിസ് ഡി മെനസിസിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഉദയംപേരൂർ സുന്നഹദോസ് മലങ്കര സഭയിൽ നിലവിലിരുന്ന തദ്ദേശീയവും പൗരസ്ത്യവുമായ ആചാരങ്ങളെ വിലക്കി ആരാധനാക്രമങ്ങളിൽ തിരുത്തൽ വരുത്തണമെന്ന് നിർദ്ദേശിച്ചു. സുന്നഹദോസിന് ശേഷം ആർച്ച് ബിഷപ്പ് ദേവാലയങ്ങൾ സന്ദർശിച്ച് അവിടെ ഉണ്ടായിരുന്ന ആരാധനാക്രമങ്ങൾ മിക്കവാറും തന്നെ അഗ്നിക്കിരയാക്കി. ഉദയംപേരൂർ സുന്നഹദോസും തുടർന്ന് ആർച്ച് ബിഷപ്പിന്റെ ദേവാലയ സന്ദർശനവും മുഖേന പൗരസ്ത്യ സുറിയാനി ആരാധന ഭാഗികമായെങ്കിലും തടസ്സപ്പെടുത്തുവാൻ സാധിച്ചു. മലങ്കര നസ്രാണികൾക്ക്
മാനസിക ആഭിമുഖ്യമില്ലാതിരുന്നതിനാൽ പൂർണ്ണമായ കത്തോലിക്കാവൽക്കരണം സാധ്യമായും ഇല്ല. ഉദയം പേരൂർ സുന്നഹദോസിനെ തുടർന്ന് അധീശത്വത്തിനെതിരായ അമർഷം മലങ്കര നസ്രാണികളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. ചെറിയ തോതിലുള്ള എതിർപ്പുകൾ പല സ്ഥലങ്ങളിലും ഉണ്ടായി. മാർ അഹത്തള്ള പാത്രിക്കീസിനെ കൊച്ചിക്കായലിൽ മുക്കിക്കൊന്നു എന്ന പ്രചാരണം നസ്രാണികളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന അമർഷം അണപൊട്ടിയൊഴുകുവാൻ കാരണമായി. മാർ അഹത്തള്ള ബാവായുടെ വധത്തെക്കുറിച്ചുള്ള പ്രചരണത്തെ തുടർന്ന് കുപിതരായ മാർത്തോമ നസ്രാണികൾ ഒന്നടങ്കം തോമ അർക്കദിയാക്കോന്റെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരി പള്ളിയുടെ കൽക്കുരിശിൽ ആലാത്ത് കെട്ടി അതിൽ പിടിച്ച് വിദേശബന്ധത്തെ വലിച്ചെറിഞ്ഞ വിപ്ലവമായിരുന്നു കൂനൻ കുരിശ് സത്യം. സന്തതിയുള്ള കാലം വരെ മാർത്തോമ ക്രിസ്ത്യാനികൾ റോമാ വിശ്വാസം സ്വീകരിക്കുകയോ മാർപ്പാപ്പായുടെ അധികാരത്തിന് വിധേയരാവുകയോ ചെയ്യുകയില്ല എന്നായിരുന്നു പ്രതിജ്ഞ. കൂനൻ കുരിശ് സത്യത്തെ വിദേശ ശക്തികൾക്കെതിരായ ഏഷ്യയിലെ പ്രഥമ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. 54 വർഷം നീണ്ട അധീശത്വത്തെ വെറുത്ത മലങ്കര നസ്രാണികളുടെ സ്വാതന്ത്ര്യബോധത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു ഇത്. സഭയുടെ വളർച്ചയുടെ പടവുകളിലാണ് എപ്പിസ്കോപ്പസി വികസിച്ചത്. മാർത്തോമാ സ്ലീഹായാൽ പട്ടം കെട്ടപ്പെട്ട വൈദികർ പിൻഗാമികളെ വാഴിക്കാൻ അധികാരം ഉള്ളവരായിരുന്നു. ചില സഭകളിൽ 2-3 നൂറ്റാണ്ടുകളിൽ എപ്പിസ്കോപ്പായിൽ കേന്ദ്രീകൃതമായ ഭരണ സംവിധാനം നിലവിൽ വന്നു. എന്നാൽ മലങ്കര സഭയിൽ 1653 വരെയും എപ്പിസ്കോപ്പയിൽ കേന്ദ്രീകൃതമായ ഭരണ സംവിധാനം നിലവിൽ ഇല്ലായിരുന്നു. മലങ്കര സഭ എപ്പിസ്കോപ്പസിയുടെ പടവിലേക്ക് പ്രവേശിച്ചത് താമസിച്ചാണ് എന്നതാണ് ഇതിന് കാരണം. ആലങ്ങാട്ട് യോഗം തെരഞ്ഞെടുത്ത മലങ്കര സഭ ഒന്നാകെ മാർത്തോമാ പൈതൃകത്തിലെ 12 വൈദികർ ചേർന്ന് പട്ടം നൽകിയ മാർത്തോമ ഒന്നാമന്റെ സ്ഥാനം അതുകൊണ്ട് തന്നെ കാനോനികമാണ്. നിഖ്യാ സുന്നഹദോസ് വൈദികർ പട്ടം നൽകരുത് എന്ന് വിലക്കിയത് സഭയിൽ അച്ചടക്കം നിലനിർത്തുവാൻ ആയിരുന്നു. മേൽപ്പെട്ട സ്ഥാനികൾ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ സഭ ഐക്യത്തോടെ നടത്തിയ സ്ഥാനാഭിഷേകത്തെ തന്മൂലം അകാനോനികം എന്ന് വിശേഷിപ്പിക്കുവാൻ സാധ്യമല്ല. കത്തോലിക്കർക്ക് തുല്യമായ ഒരു മേൽപ്പെട്ട സ്ഥാനം സൃഷ്ടിക്കൽ മാത്രമല്ലായിരുന്നു മലങ്കര സഭയുടെ വളർച്ചയുടെ ഒരു പടവ് കൂടിയായിട്ടാണ് മാർത്തോമ ഒന്നാമന്റെ എപ്പിസ്കോപ്പ സ്ഥാനാഭിഷേകത്തെ സഭ വിലയിരുത്തുന്നത്. കൂനൻ കുരിശു സത്യം, മാർത്തോമ ഒന്നാമന്റെ സ്ഥാനാഭിഷേകം തുടങ്ങിയ സംഭവങ്ങളെ തുടർന്ന് കത്തോലിക്ക അധിനിവേശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മാർത്തോമ നസ്രാണികൾ പൂർവിക സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഇതേ തുടർന്ന് കത്തോലിക്കർ മാർത്തോമ ഒന്നാമന്റെ പട്ടത്വം അകാനോനികമാണെന്ന് വ്യാജപ്രചരണം അഴിച്ചുവിട്ടു. ഇത് വിശ്വസിച്ച് ഒരു വിഭാഗം മാർത്തോമ നസ്രാണികൾ കത്തോലിക്ക സഭയോട് ചേർന്നു. അവർ തങ്ങളാണ് യഥാർത്ഥ മാർത്തോമ പൈതൃക സമൂഹം എന്ന് കാണിക്കുവാൻ മാർത്തോമ ഒന്നാമനോടൊപ്പം നിന്നവരെ പുതിയ കുറ്റുകാർ എന്ന് വിളിച്ചു. തങ്ങളെ അവർ പഴയ കുറ്റുകാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്തു. മലങ്കരയിലേക്ക് 17-ാം നൂറ്റാണ്ടിൽ അന്ത്യോക്യൻ മെത്രാന്മാർ വന്നത് ഏതെങ്കിലും മുൻകാല ബന്ധങ്ങളുടെ പിന്തുടർച്ച ആയിരുന്നോ? ആദ്യകാല അന്ത്യോക്യൻ മെത്രാന്മാർ മലങ്കര സഭയെ പാശ്ചാത്യ സുറിയാനിവത്കരിക്കാൻ ശ്രമിച്ചു. അതിൽ അവർ വിജയിച്ചു. മാർത്തോമ മെത്രാന്മാരുടെ നേതൃത്വത്തിൽ ഉള്ള മലങ്കര സഭാഭരണം എപ്രകാരമായിരുന്നു? മാർത്തോമ ആറാമൻ മാർ ദിവനാസ്യോസ് എന്ന പേര് സ്വീകരിച്ചത് എന്തുകൊണ്ട്? അദ്ദേഹത്തിന് മലങ്കര സഭാ ഐക്യത്തിൽ എന്ത് പങ്കാണ് ഉണ്ടായിരുന്നത്? അന്ത്യോക്യൻ മെത്രാന്മാർ മലങ്കരയിൽ ആധിപത്യം ഉറപ്പിക്കുവാൻ ശ്രമിച്ചു. മാർത്തോമ ഒന്നാമന്റെ സ്ഥാനസാധുതയെ സംബന്ധിച്ചുണ്ടായ വിവാദം മലങ്കര സഭയെ വിഷമാവസ്ഥയിലാക്കി. സഹായ അഭ്യർത്ഥനയുമായി പേർഷ്യ, അന്ത്യോക്യ, അലക്സാന്ദ്രിയ എന്നിവിടങ്ങളിലേക്ക് കത്തുകൾ അയച്ചു. പ്രതികരണമുണ്ടായത് അന്ത്യോക്യയിൽ നിന്ന് മാത്രമാണ്. യെരുശലേമിൽ നിന്ന് മാർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ
1665 മലങ്കരയിലെത്തി. മലങ്കരയിലേക്ക് വന്ന ആദ്യ അന്ത്യോക്യൻ മെത്രാനാണ് അദ്ദേഹം എന്ന് പറയപ്പെടുന്നു. 17-ാം നൂറ്റാണ്ടിലെത്തിയ അന്ത്യോക്യൻ മെത്രാന്മാർ മലങ്കര സഭയെ പാശ്ചാത്യ സുറിയാനിവൽക്കരിക്കുവാൻ ശ്രമിച്ചു എന്നതിന് കാര്യമായ തെളിവുകൾ ഇല്ല. പാശ്ചാത്യ ആരാധനാക്രമങ്ങൾ മലങ്കരയിൽ നടപ്പിൽ വരുത്തുവാൻ ആദ്യമായി പരിശ്രമിച്ചത് 1751 വന്ന മാർ ഈവാനിയോസ് യൂഹാനോൻ ആണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ മാത്രമാണ് മലങ്കരയിൽ ഒരു പരിധിവരെയെങ്കിലും പാശ്ചാത്യ സുറിയാനി ക്രമങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയത്. അഖില മലങ്കര പള്ളിയോഗത്തിൽ കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനമായിരുന്നു മാർത്തോമാ മെത്രാന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നത്. പള്ളിയോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം മാർത്തോമാ മെത്രാനായിരുന്നു. മാർത്തോമ അഞ്ചാമന്റെ കാലത്ത് 1751 മലങ്കരയിലെത്തിയ അന്ത്യോക്യൻ മെത്രാന്മാർ അദ്ദേഹത്തിന്റെ പട്ടത്വത്തിൽ ന്യൂനത ആരോപിച്ചു. മാർത്തോമ അഞ്ചാമനാൽ വാഴിക്കപ്പെട്ട മാർത്തോമ ആറാമനും ഇതേ പ്രശ്നം തന്നെ നേരിടേണ്ടി വന്നു. സഭയിൽ ഉടലെടുത്ത പ്രതിസന്ധി തരണം ചെയ്യുവാൻ അദ്ദേഹം ദീപനാസ്യോസ് എന്ന പേരിൽ മെത്രാപ്പോലിത്ത സ്ഥാനം സ്വീകരിക്കുവാൻ തയ്യാറായി. മാർത്തോമ ആറാമൻ മാർത്തോമ നസ്രാണികളുടെ ഇടയിൽ ഐക്യം സൃഷ്ടിക്കുന്നതിനു വേണ്ടി കത്തോലിക്ക വിഭാഗവുമായി എന്തു ത്യാഗം സഹിക്കാനും തയ്യാറായി. എന്നാൽ കത്തോലിക്കരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ പ്രതികരണം ഉണ്ടാകാതിരുന്നതിനാൽ ആ ശ്രമം വിജയത്തിൽ എത്തിയില്ല. പടിപടിയായി അന്ത്യോക്യൻ മെത്രാന്മാർ മലങ്കര സഭയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. 18-ാം നൂറ്റാണ്ടിൽ മാർത്തോമാ മെത്രാന്മാരുടെ സ്ഥാനസാധുത ചോദ്യം ചെയ്യുകയും സഭ അറിയാതെ മെത്രാനെ വാഴിക്കുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിൽ മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനം കൈയടക്കുവാനും എതിർത്ത മലങ്കര സഭാപിതാക്കന്മാരെ മുടക്കുവാനും അവർ ശ്രമിച്ചു. പള്ളികൾ സന്ദർശിച്ച് അവ തങ്ങളുടെ പേരിൽ എഴുതിക്കുവാനും കിട്ടുന്ന അത്രയും ധനം സമാഹരിക്കുവാനും ശ്രമിച്ചു. 1889 റോയൽ കോടതി വിധി അനുസരിച്ച് പാത്രിയർക്കീസിന് മലങ്കരയിൽ ഭൗതിക അധികാരം ഇല്ല എന്ന ഉത്തരവിനെതിരെയുള്ള പാത്രിയർക്കീസിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ അധികാര പ്രമത്തതയെയാണ് പ്രകടമാക്കുന്നത്. 20-ാം നൂറ്റാണ്ടിലും ഈ വിധം പ്രവർത്തനങ്ങളാണ് പാത്രിയർക്കീസുമാർ മലങ്കരയിൽ നടത്തിയത്. മലങ്കര സഭ എങ്ങനെ CMS മിഷണറിമാരുമായി ബന്ധത്തിലായി? നവീകരണം മലങ്കര സഭയെ എപ്രകാരം ബാധിച്ചു? ഈ ബന്ധം എങ്ങനെ അവസാനിച്ചു? മാവേലിക്കര പടിയോലയിലൂടെയും കൊച്ചി പഞ്ചായത്തിലൂടെയും മലങ്കരയിലെ നവീകരണം പൂർണ്ണമായി അവസാനിച്ചോ? പാലക്കുന്നത്ത് അബ്രഹാം മൽപ്പാന്റെ നേതൃത്വത്തിൽ നടന്ന നവീകരണം എന്തായിരുന്നു? അതിന്റെ അനന്തരഫലം എന്തായിരുന്നു? പത്രോസ് തൃതീയൻ പാത്രിയർക്കീസിന്റെ ആഗമനം എന്തിന്? അദ്ദേഹം മലങ്കരയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എന്ത്? പത്രോസ് തൃതീയന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച പരിശുദ്ധ പരിമല തിരുമേനി തികഞ്ഞ അന്ത്യോക്യ ഭക്തൻ ആയിരുന്നോ? ഇന്ത്യയിൽ ആധിപത്യമുറപ്പിച്ച ബ്രിട്ടീഷുകാരെ പിന്തുടർന്ന് ആംഗ്ലിക്കൻ മിഷണറിമാരും 18-ാം നൂറ്റാണ്ടിൽ ഇവിടെയെത്തി. 19-ാം നൂറ്റാണ്ടിൽ മലങ്കര സഭ ഒരു കേന്ദ്രീകൃതമായ വൈദികാഭ്യസന കേന്ദ്രം കോട്ടയത്ത് സ്ഥാപിച്ചു. വൈദികർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിന് അധ്യാപകരായി ആംഗ്ലിക്കൻ മിഷണറിമാരെ നിയമിച്ചു. ആദ്യകാല അധ്യാപകർ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മാത്രം നിർവഹിച്ചപ്പോൾ പിന്നീട് വന്നവർ മലങ്കര സഭയെ നവീകരിക്കുവാനാണ് ശ്രമിച്ചത്. മിഷണറി ആയിരുന്നു സെമിനാരി പ്രിൻസിപ്പൽ. മിഷണറിമാർ പഠിപ്പിക്കുന്ന നവീകരണ ആശയങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നവർക്ക് മാത്രമേ പ്രിൻസിപ്പൽ വിജയിച്ചതായ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ. ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ വൈദിക പട്ടം നൽകാവൂ എന്ന് അവർ മലങ്കര മെത്രാപ്പോലിത്തയോട് ആവശ്യപ്പെട്ടു. മിഷണറിമാരുടെ ഈ ഉദ്യമം
മലങ്കര സഭയിലെ യുവതലമുറയിൽ വൈദിക അഭ്യസനത്തിനെത്തിയ കുറേയധികം ആളുകളെ നവീകരണത്തിന്റെ പ്രയോക്താക്കളാക്കി മാറ്റി. 1835 കൽക്കട്ട ബിഷപ്പ് വിൽസൺ മലങ്കര സഭയെ നവീകരിക്കുവാൻ കുറെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. 1836 കൂടിയ മലങ്കര സഭയുടെ മാവേലിക്കര സുന്നഹദോസ് ഈ നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞ് CMS മിഷണറിമാരുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. 1840 കൊച്ചി പഞ്ചായത്തിലൂടെ ഈ ബന്ധം പൂർണ്ണമായി അവസാനിച്ചു. CMS മിഷണറിമാരുമായുള്ള ബന്ധം അവസാനിപ്പിച്ചുവെങ്കിലും അവർ യുവവൈദികരിലേക്ക് പകർന്നു നൽകിയ നവീകരണ ആശയങ്ങൾ നിലനിന്നു. നവീകരണത്തിന്റെ പ്രയോക്താവായി മുൻനിരയിൽ നിന്ന ഒരു വൈദികനായിരുന്നു പാലക്കുന്നത്ത് അബ്രഹാം മൽപ്പാൻ. അദ്ദേഹം വിശുദ്ധ കുർബാന തക്സായിൽ തിരുത്തലുകൾ ചെയ്യുവാനും മധ്യസ്ഥ പ്രാർത്ഥന, വാങ്ങിപ്പോയവരുടെ ഓർമ്മ തുടങ്ങിയവയും പല ആചാരാനുഷ്ഠാനങ്ങളും നിർത്തലാക്കുവാനും ശ്രമിച്ചു. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ സഹോദരപുത്രൻ മാത്യൂസ് ഷെമ്മാശനെ അന്ത്യോക്യയിൽ അയച്ച് പാത്രിയർക്കീസിൽ നിന്നും മേൽപ്പെട്ട സ്ഥാനം സ്വീകരിപ്പിച്ചു. മലങ്കര സഭയിൽ അന്ത്യോക്യ പാത്രിയർക്കീസിൽ നിന്ന് മെത്രാൻ സ്ഥാനം സ്വീകരിച്ച ആദ്യ വ്യക്തിയാണ് മാത്യൂസ് മാർ അത്താനാസ്യൂസ്. 1852 കൊല്ലം കമ്മിറ്റിയിലൂടെ മലങ്കര മെത്രാൻ സ്ഥാനം ലഭിച്ച മാർ അത്താനാസ്യൂസിനെ അധികാരഭ്രഷ്ടനാക്കുന്നതിന് പാത്രിയർക്കീസിനെ തന്നെ മലങ്കരയിൽ എത്തിക്കേണ്ടി വന്നു. 1875 പരിശുദ്ധ ഇഗ്നാത്തിയോസ് പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് മലങ്കരയിലെത്തി. മലങ്കരയിൽ ഭൗതിക അധികാരം കൈയടക്കാൻ ശ്രമിച്ച അദ്ദേഹം അതിന് വിഘാതമായി നിന്ന പുലിക്കോട്ടിൽ മാർ ദീവന്നാസ്യൂസ് അഞ്ചാമനെ മുടക്കി മലങ്കര സഭയെ 7 ഭദ്രാസനങ്ങളായി വിഭജിക്കുകയും 6 മെത്രാന്മാരെ വാഴിക്കുകയും ചെയ്തു. ഇത് മലങ്കര പള്ളിയോഗത്തിന്റെ അറിവോ സമ്മതമോ കൂടാതെയായിരുന്നു. പരിശുദ്ധ പരുമല തിരുമേനി ചാത്തുരത്തിൽ ഗീവർഗീസ് റമ്പാനായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സുറിയാനിയിലുള്ള അവഗാഹം മൂലം പാത്രിയർക്കീസിന്റെ സെക്രട്ടറിയായി നിയോഗിച്ചു. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യബോധത്തിന്റെ തികഞ്ഞ വക്താവായിരുന്ന മാർ ഗ്രിഗോറിയോസ് തിരുമേനി പാത്രിയർക്കീസിന്റെ അധിനിവേശ ശ്രമങ്ങളെ ചെറുത്തു. മലങ്കര സഭയിലെ 6 മെത്രാന്മാരെ കൂടി വാഴിച്ച ശേഷം പാത്രിയർക്കീസ് മടങ്ങിപ്പോകുമ്പോൾ സുന്നഹദോസ് അധ്യക്ഷനായി ഒരു മെത്രാപ്പോലിത്തായെ നിയോഗിക്കണം എന്ന ആവശ്യം അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിച്ചു. നിലവിൽ മലങ്കര മെത്രാപ്പോലിത്ത ആയിരുന്ന പുലിക്കോട്ടിൽ മാർ ദീവന്നാസ്യൂസിനെ കൊല്ലം ഭദ്രാസന മെത്രാപ്പോലിത്തയായി തരം താഴ്ത്തിയിരുന്നു. മറുപടിയായി പാത്രിയർക്കീസ് പറഞ്ഞത്, ഞാൻ ആരെയും നിയമിക്കുന്നില്ല, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു വൈദികനെ നിയോഗിക്കുക എന്നായിരുന്നു. എന്നാൽ പാത്രിയർക്കീസ് മടങ്ങിപ്പോയ ഉടൻ പരിശുദ്ധ പരുമല തിരുമേനി പുലിക്കോട്ടിൽ തിരുമേനി ഉൾപ്പെടെ 6 മെത്രാപ്പോലിത്തമാരെയും കൂട്ടി വെട്ടിക്കൽ ദേറായിലെത്തി 40 ദിവസത്തെ ഉപവാസം നടത്തി. തുടർന്ന് അവർ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അവരെ എല്ലാവരെയും കൊണ്ട് പുലിക്കോട്ടിൽ തിരുമേനിയാണ് സഭാധ്യക്ഷൻ എന്ന് അംഗീകരിപ്പിച്ചു. പാത്രിയർക്കീസ് പോയ ഉടൻ തന്നെ പരുമല തിരുമേനി പാത്രിയർക്കീസിന്റെ കൽപ്പനയെ ലംഘിച്ചു എന്നതാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. തുടർന്ന് പാലക്കുന്നത്ത് തോമസ് മാർ അത്താനാസ്യൂസുമായുള്ള കേസിൽ ആലപ്പുഴ ജില്ലാ കോടതിയിൽ പരുമല തിരുമേനി കൊടുത്ത മൊഴി ഇപ്രകാരമായിരുന്നു: മാർ ദീവന്നാസ്യൂസ് അധ്യക്ഷനായിരിക്കുന്ന സഭയിലെ മെത്രാപ്പോലിത്തയാണ് താൻ. ഇവിടെയും പാത്രിയർക്കീസിന്റെ കൽപ്പനയാണ് പരുമല തിരുമേനി ലംഘിച്ചത്. പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ മുടക്ക് ആണോ മലങ്കരയിലെ കാതോലിക്കേറ്റ് സ്ഥാപനത്തിന്റെ കാരണം? പരിശുദ്ധ അബ്ദേദ് മഷിഹ കാനോനിക പാത്രികീസ് ആയിരുന്നു. പരിശുദ്ധ പൗലോസ് പ്രഥമൻ കാതോലിക്കായുടെ സ്ഥാനം സാധുവാണോ? മലങ്കര സഭയിലെ കക്ഷി വഴക്കിന് കാരണം എന്ത്? അത് എത്രത്തോളം സഭയെ ബാധിച്ചു?
മാർ ഈവാനിയോസിന്റെ നേതൃത്വത്തിൽ നടന്ന കത്തോലിക്ക ഐക്യം മലങ്കര സഭയിൽ ചെലുത്തിയ സ്വാധീനം എത്രമാത്രം? സഭാ ഭരണഘടനയ്ക്ക് മലങ്കര സഭാ ഭരണത്തിൽ എത്രമാത്രം പ്രാധാന്യം ഉണ്ട്? 1958 സഭയിൽ സമാധാനം ഉണ്ടായത് എപ്രകാരം? 1970-75 കാലഘട്ടത്തിൽ സഭയിൽ വീണ്ടും പിളർപ്പുണ്ടാകാൻ കാരണമെന്ത്? 1995 സുപ്രീം കോടതി വിധി എന്തായിരുന്നു? 2002 മലങ്കര അസോസിയേഷൻ കൂടാനുണ്ടായ സാഹചര്യം എന്ത്? ഇടവക പള്ളികൾ സ്വതന്ത്രമാണോ? മലങ്കരയിലെ കാതോലിക്കേറ്റ് നിലവിൽ വന്നതിന് 2 തരം കാരണങ്ങളുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്ന പല സഭകളും കാലക്രമേണ കാതോലിക്കായോ പാത്രീർക്കീസോ തലവനായുള്ള സഭകളായി മാറി. ശ്ലൈഹിക പാരമ്പര്യത്തെക്കുറിച്ചുള്ള അവബോധവും സ്വാതന്ത്ര്യബോധവും 2 സഹസ്രാബ്ദത്തിനടുത്തുള്ള പഴക്കവും കാതോലിക്കേറ്റ് അനിവാര്യമാക്കി തീർത്തു. 1653 നടന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനം സമ്പൂർണതയിൽ എത്തുന്നതിന് സ്വതന്ത്ര കാതോലിക്കേറ്റ് നിലവിൽ വരേണ്ടത് ആവശ്യമാണെന്ന ചിന്ത മലങ്കര നസ്രാണികൾക്കുണ്ടായി. ഇപ്രകാരമുള്ള ബോധ്യത്തിൽ കഴിഞ്ഞിരുന്ന സഭാമക്കളുടെ സ്വാതന്ത്ര്യബോധത്തെ പെട്ടെന്ന് തട്ടിയുണർത്തിയ സംഭവങ്ങളായിരുന്നു പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രീർക്കീസ് മലങ്കര സഭയിൽ നടത്തിയ ഭദ്രാസന രൂപീകരണവും അധിനിവേശ ശ്രമങ്ങളും, അവസാനമായി പരിശുദ്ധ അബ്ദുള്ള പാത്രീർക്കീസ് പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയെ മുടക്കിയതും എല്ലാം. പരിശുദ്ധ ഇഗ്നാത്തിയോസ് അബ്ദേദ് മശിഹ പാത്രീർക്കീസ് അന്ത്യോക്യൻ പാത്രീർക്കീസായി തുടരുമ്പോൾ അന്ത്യോക്യൻ സഭയിൽ നിന്നും കത്തോലിക്ക സഭയിലേക്ക് പോയ അബ്ദുള്ള മാർ ഗ്രിഗോറിയോസ് എന്ന മെത്രാപ്പോലിത്ത തുർക്കി സുൽത്താനെ സ്വാധീനിച്ച് പരിശുദ്ധ അബ്ദേദ് മശിഹ പാത്രീർക്കീസിന് നൽകിയിരുന്ന അധികാരപത്രമായ ഫർമാൻ പിൻവലിപ്പിച്ചു. തുടർന്ന് അന്ത്യോക്യൻ സഭയിലേക്ക് തിരിച്ചുവന്ന അബ്ദുള്ള മാർ ഗ്രിഗോറിയോസ് തനിക്ക് അനുകൂലമായി സുൽത്താനെ കൊണ്ട് ഫർമാൻ പുറപ്പെടുവിപ്പിച്ചു. തുർക്കി സുൽത്താന്റെ അധികാരപത്രം തുർക്കിയിൽ ഭൗതിക ഭരണം നിർവഹിക്കാൻ ആവശ്യമായ രേഖയാണ്. അത് പിൻവലിച്ചാലും ഒരു പാത്രിയർക്കീസിന് തുർക്കിയിലോ തുർക്കിക്ക് പുറത്തോ ആത്മീയ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് തടസ്സമില്ല. അതുകൊണ്ട് തന്നെ മലങ്കര സഭ ഐകകണ്ഠേന കാതോലിക്ക സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്ത് പരിശുദ്ധ അബ്ദേദ് മശിഹ പാത്രീർക്കീസിന്റെ സാന്നിധ്യത്തിൽ മലങ്കര സഭാപിതാക്കന്മാർ വാഴിച്ച പൗലോസ് മാർ ഈവാനിയോസിനെ കാതോലിക്കയായി സ്ഥാനാരോഹണം നടത്തിയത് സാധുവാണ്. വട്ടശ്ശേരിൽ തിരുമേനിയുടെ കാലശേഷം 1934 കോട്ടയത്ത് നടന്ന അസോസിയേഷൻ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവായി മലങ്കര മെത്രാപ്പോലിത്ത ആയി തെരഞ്ഞെടുക്കുകയും മലങ്കര സഭാഭരണഘടന പാസാക്കുകയും ചെയ്തു. 1935 കരിങ്ങാച്ചിറയിൽ പാത്രീർക്കീസ് കർഷിക്കാർ യോഗം കൂടി മാർ അത്താനാസിയോസിനെ മലങ്കര മെത്രാപ്പോലിത്തയായി തെരഞ്ഞെടുത്തു. 1938 പാത്രീർക്കീസ് ഭാഗത്തെ 3 ട്രസ്റ്റികളും ചേർന്ന പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവായ്ക്കും കൂട്ടു ട്രസ്റ്റികൾക്കും എതിരെ കോട്ടയം ജില്ലാ കോടതിയിൽ ആരംഭിച്ച കേസിനാണ് 1958 സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത്. അന്ത്യോക്യ പാത്രീർക്കീസുമാരുടെ അധികാരപ്രമത്തതയും മലങ്കര സഭാ അംഗങ്ങളായ ചിലരുടെ വ്യക്തി വൈരാഗ്യവുമാണ് മലങ്കര സഭയെ കക്ഷിവഴക്കിലേക്ക് വലിച്ചിഴച്ചത്. സഭയുടെ വളർച്ചയെ ദോഷകരമായി ബാധിച്ച കേസ് മുഖേന നിരവധി ദേവാലയങ്ങൾ ഇപ്പോഴും അടച്ച് പൂട്ടിക്കിടക്കുന്നു. കോടിക്കണക്കിന് പണം വക്കീലന്മാർക്ക് ഫീസ് ഇനത്തിൽ നൽകപ്പെട്ടു. നിരവധി ആളുകൾ ജീവൻ ബലിയർപ്പിച്ചു. മലങ്കര മെത്രാപ്പോലിത്ത പരിശുദ്ധ ദീവന്നാസിയോസിന്റെ നിർദ്ദേശപ്രകാരം മലങ്കര സഭയുടെ ധനം ചെലവഴിച്ച് സ്ഥാപിച്ച ബഥനി പ്രസ്ഥാനത്തിന്റെ സ്വത്തുക്കളും പലപ്പോഴായി അജമോഷണത്തിലൂടെ നിരവധി വിശ്വാസികളെയും മാർ ഈവാനിയോസ് സ്ഥാപിച്ച മലങ്കര കത്തോലിക്ക സഭ മലങ്കര സഭയിൽ നിന്നും കൊണ്ടുപോയി.
1934 പാസാക്കിയ സഭാ ഭരണഘടന സഭയുടെ വിവിധ മേഖലകളുടെ സുഗമമായ ഭരണനിർവഹണത്തിനുള്ള മാർഗരേഖയാണ്. സഭയെ സംബന്ധിച്ച നിർവചനം ഇടവക, മെത്രാസന ഇടവക, മലങ്കര മഹാ ഇടവക, കാതോലിക്ക, പാത്രിയർക്കീസ്, എപ്പിസ്കോപ്പൽ സുനഹദോസ്, ആശ്രമങ്ങൾ തുടങ്ങിയ വിവിധ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 1958 സുപ്രീം കോടതിയിൽ നിന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ കോടതി വിധി ഉണ്ടായി. അതേ തുടർന്ന് ഓർത്തഡോക്സ് സഭയും ബാവാ കക്ഷികളുമായി ചർച്ചകൾ നടത്തുകയും പാത്രിയർക്കീസും കാതോലിക്കായും പരസ്പരം സ്വീകരണ കൽപ്പനകൾ നൽകി പാത്രിയർക്കീസ് നിരുപാധികം കാതോലിക്കായെ സ്വീകരിച്ചപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ച ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് കാതോലിക്ക പാത്രിയർക്കീസിനെ സ്വീകരിച്ചത്. 1970 ആയപ്പോൾ സഭയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുത്തു. മാർത്തോമാ ശ്ലീഹായുടെ പൗരോഹിത്യവും സിംഹാസനവും നിഷേധിച്ചുകൊണ്ട് പരിശുദ്ധ ഇഗ്നാത്തിയോസ് യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് കൽപ്പന അയച്ചതോടെ മലങ്കരയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. 1973 മലങ്കരയിലുണ്ടായിരുന്ന അപ്രേം ആബൂതി റംബാനെ പാത്രിയർക്കീസ് വിളിപ്പിച്ച് മാർ തീമോത്തിയോസ് എന്ന പേരിൽ പാത്രിയർക്കീസിന്റെ പ്രതിനിധിയായി മലങ്കരയിലേക്ക് അയച്ചത് മലങ്കര നസ്രാണികളുടെ ഇടയിൽ വൻ എതിർപ്പിന് കാരണമായി. തുടർന്ന് പെരുമ്പള്ളി ഗീവർഗീസ് കത്തനാരും, പിന്നീട് മാർ ഗ്രിഗോറിയോസ്, ചെറുവള്ളിൽ തോമസ് കത്തനാരും, പിന്നീട് തോമസ് പ്രഥമൻ ഉൾപ്പെടെ 4 പേർ മലങ്കര സഭാ സുന്നഹദോസിന്റെയോ അസോസിയേഷന്റെയോ അറിവോ സമ്മതമോ കൂടാതെ അന്ത്യോക്യയിൽ പോയി മെത്രാന്മാരായി മടങ്ങിയെത്തി. സുപ്രീം കോടതി അംഗീകരിച്ച സഭാഭരണഘടനയ്ക്കും 1958 സുപ്രീം കോടതി വിധിക്കും വിരുദ്ധമായി മേൽപ്പെട്ട സ്ഥാനമേറ്റ ഇവർ ദേവാലയങ്ങളിൽ കയറുന്നത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പരിശുദ്ധ ബസേലിയോസ് ഔഗേൻ പ്രഥമൻ കാതോലിക്ക കോട്ടയം മുൻസിഫ് കോടതിയിൽ കൊടുത്ത കേസാണ് രണ്ടാം സമുദായ കേസിന്റെ തുടക്കം. 1975 മലങ്കര സഭയുടെ അറിവോ അനുവാദമോ കൂടാതെ പൗലോസ് മാർ പീലക്സീനോസ് മെത്രാപ്പോലിത്തായെ ശ്രേഷ്ഠ കാതോലിക്കായായി പൗലോസ് ദ്വിതീയൻ എന്ന പേരിൽ പാത്രിയർക്കീസ് വാഴിച്ചു. അതോടെ സഭാ സ്പർദ്ധ പൂർണ്ണതയിലെത്തി. മുൻ കോടതി വിധികളെ ഉദ്ധരിച്ചുകൊണ്ട് സുപ്രീം കോടതി 1995 ഇപ്രകാരം സഭാ കേസിൽ തീരുമാനമുണ്ടാക്കി. അന്ത്യോക്യൻ പാത്രിയർക്കീസിന് മലങ്കര സഭയിൽ യാതൊരു ലൗകിക അധികാരവും ഇല്ല. ഭരണഘടന അനുസൃതമായി കാതോലിക്കോസിന് അന്ത്യോക്യ പാത്രിയർക്കീസിനുള്ള ആത്മീയ അധികാരം നിർവഹിക്കാം. പൗരസ്ത്യ സുവിശേഷ സമാജത്തിന്റെ പള്ളികളും സിംഹാസന പള്ളികളും ഒഴിച്ചുള്ള എല്ലാ പള്ളികളും 1934 ഭരണഘടന അനുസരിച്ച് മലങ്കര അസോസിയേഷന്റെ അധികാരത്തിന് കീഴിലാണ്. സഭാ ഭരണഘടനയുടെ 71 വകുപ്പിൽ അസോസിയേഷൻ അംഗങ്ങളെ എടുക്കുന്നത് പ്രാതിനിധ്യ സ്വഭാവപ്രകാരം അല്ല എന്ന പാത്രിയർക്കീസ് കക്ഷി ഉയർത്തിയ തടസ്സവാദത്തെ തുടർന്ന് പ്രാതിനിധ്യ സ്വഭാവമുള്ള അസോസിയേഷൻ തന്റെ തെരഞ്ഞെടുപ്പ് അംഗീകരിക്കുന്നതിന് താൻ അനുകൂലമാണെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ സന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് 2002 പരുമലയിൽ അസോസിയേഷൻ വിളിച്ചുകൂട്ടി. മലങ്കരയിലെ ഇടവക പള്ളികൾ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു പരിധിവരെ സ്വതന്ത്രമാണ്. എന്നാൽ നടപടികൾക്ക് ഭദ്രാസന മെത്രാപ്പോലീത്തായുടെ അംഗീകാരം ആവശ്യമാണ്. ഒരു ഫെഡറൽ വ്യവസ്ഥയുടെ ഭാഗമായാണ് മലങ്കര സഭയിലെ ഇടവക പള്ളികൾ നിലകൊള്ളുന്നത്. തന്മൂലം സഭ വിട്ട് പുറത്തു പോകുന്നതിനുള്ള അധികാരം ഇടവക പള്ളികൾക്കില്ല.
മലങ്കരേ